നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കവ്വായി കായലിലെ തൃക്കരിപ്പൂർ മെട്ടമ്മൽ ഭാഗത്ത് നിറയെ യാത്രക്കാരുമായി പോയ ഹൗസ് ബോട്ട് ചെരിഞ്ഞത് ആശങ്കയുയർത്തി. വെള്ളാപ്പിൽ നിന്നും പുറപ്പെട്ട ബോട്ടാണ് ചെരിഞ്ഞത്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഓഫീസിലേക്ക് BJP പ്രതിഷേധ മാർച്ച്. വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കുന്ന കോൺഗ്രസിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. ഈദ് ദിനത്തിൽ വൈകാരിക കുറിപ്പ് പങ്കുവെച്ച് AKM അഷ്റഫ് MLA. ശിരൂരിൽ മരണപ്പെട്ട അർജുന്റെ മാതാവിന്റെ സന്ദേശമാണ് MLA FBയിൽ പങ്കുവെച്ചത്. ജോയിന്റ് കൗൺസിൽ കാസർഗോഡ് ജില്ലാ സമ്മേളനം. പ്രതിനിധി സമ്മേളനം E ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. അവകാശ നിഷേധത്തിനെതിരെ സബ് ട്രഷറിക്ക് മുന്നിൽ ധർണ നടത്തി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ. KPCC സെക്രട്ടറി K നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. മധൂർ ബ്രഹ്മകലശോത്സവം നാടിനെ ഭക്തിസാന്ദ്രമാക്കുന്നു. 7ാം ദിനം ബ്രഹ്മകുംഭാഭിഷേകം ഉൾപ്പെടെയുള്ള വിവിധ വൈദിക ചടങ്ങുകളും കലാസാംസ്കാരിക പരിപാടികളും നടന്നു. വാർത്തകൾ വിശദമായി. കവ്വായി കായലിലെ തൃക്കരിപ്പൂർ മെട്ടമ്മൽ ഭാഗത്ത് നിറയെ യാത്രക്കാരുമായി പോയ ഹൗസ് ബോട്ട് ചരിഞ്ഞു. ചൊവ്വാഴ്ച വൈകുന്നേരം 6 മണിയോടെ 30ഓളം യാത്രക്കാരുമായി വെള്ളാപ്പിൽ നിന്നും പുറപ്പെട്ട ചെറിയ ബോട്ടാണ് ആഴമേറിയ കവ്വായി കായലിൽ ചരിഞ്ഞത്. ചൊവ്വാഴ്ച വൈകുന്നേരമാണ് വൻ ദുരന്തം തലനാരിഴയ്ക്ക് വഴിമാറിപ്പോയത്. നിറയെ സഞ്ചാരികളുമായി മെട്ടമ്മൽ ഭാഗത്തു നിന്നും തിരിച്ചു വരവെയാണ് ബോട്ട് ചരിഞ്ഞത്. കാസർഗോഡ് ഭാഗത്തുള്ള കന്നഡ ഭാഷ സംസാരിക്കുന്ന കുടുംബങ്ങളാണ് കൂടുതലുണ്ടായതെന്ന് ഇവരെ രക്ഷിച്ച നാട്ടുകാർ പറഞ്ഞു. യാത്രക്കാരെ നാട്ടുകാരായ യുവാക്കളാണ് സുരക്ഷിതരായി കൊച്ചു തോണികളിൽ കരയ്ക്കെത്തിച്ചത്. മത്സ്യബന്ധന വലകളിൽ കയറാതിരിക്കുവാൻ പെട്ടെന്ന് തിരിച്ചപ്പോഴാണ് കൂടുതൽ ആളുകളുള്ള ഭാഗം ചെരിഞ്ഞത്. ബോട്ട് അശ്രദ്ധയിൽ ഓടിച്ചതാണ് അപകടമുണ്ടാകുവാൻ കാരണമായതെന്ന് നാട്ടുകാരും യാത്രക്കാരും പറഞ്ഞു. മാസങ്ങൾക്ക് മുൻപ് ഇതിനടുത്ത് ഹൗസ് ബോട്ടിന്റെ മേൽക്കൂരയിൽ തീപിടിച്ചും അപകടമുണ്ടായിരുന്നു. ബോട്ട് ഓടിക്കുന്നതിനായുള്ള അംഗീകൃത ലൈസൻസ് ഉള്ളവർ ഈ മേഖലയിൽ കുറവാണെന്നും പറയുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. BJPയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താന്റെ പുതിയ കോട്ടയിലെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കുന്ന കോൺഗ്രസിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് നടത്തിയത്. BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് K ശ്രീകാന്ത് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. വഖഫ് നിയമ ഭേദഗതിക്കെതിരായ UDF LDF നിലപാടിൽ പ്രതിഷേധിച്ച് BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താന്റെ ക്യാമ്പ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് K ശ്രീകാന്ത് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള UPA സർക്കാരാണ് വഖഫ് നിയമത്തെ സാധാരണക്കാരുടെ ഭൂമി കവരുന്ന വിധത്തിൽ അപകടകരമാക്കിയതെന്ന് K ശ്രീകാന്ത് പറഞ്ഞു. മുനമ്പത്ത് 100 കണക്കിന് കുടുംബങ്ങളുടെ ഭൂമി വഖഫിന് കീഴിലാക്കുവാൻ ഇടതു വലതു മുന്നണികൾ എല്ലാ ഒത്താശയും ചെയ്യുകയാണെന്നും അഡ്വക്കേറ്റ് K ശ്രീകാന്ത് കൂട്ടിച്ചേർത്തു. ആരാണ് വഖഫ് ട്രിബ്യൂണൽ? ഞമ്മന്റെ ആള്, ഞമ്മന്റെ സ്വത്ത്, ഞമ്മന്റെ ട്രിബ്യൂണൽ, ഞമ്മ പറഞ്ഞ നിയമം. ഇങ്ങനെ പറയുന്ന ഒരു നിയമം. അപ്പൊ ഇവിടെ നീതി നിഷേധിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന റൂൾ ഓഫ് ലോ, നിയമത്തിന്റെ വഴി, നിയമവാഴ്ച, അത് നിഷേധിക്കുകയാണ്. റൂൾ ഓഫ് ലോയുടെ നഗ്നമായിട്ടുള്ള ലംഘനമാണ്
ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളുടെ നിഷേധമാണ് 2013 ഭേദഗതിയിലൂടെ ഇവിടെ നടപ്പിലാക്കാൻ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി നോക്കുന്നത്. BJP കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി അധ്യക്ഷത വഹിച്ചു. BJP കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി A വേലായുധൻ, കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് കാഞ്ഞങ്ങാട് സൗത്ത്, KK നാരായണൻ എന്നിവർ സംസാരിച്ചു. BJP മോർച്ച ജില്ലാ മണ്ഡലം ഭാരവാഹികൾ, മണ്ഡലം പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ എന്നിവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഈദ് ദിനത്തിൽ മഞ്ചേശ്വരം MLA AK അഷ്റഫ് പങ്കുവച്ച വൈകാരികമായ കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. ശിരൂരിലെ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട അർജുൻ്റെ അമ്മയുടെ സന്ദേശമാണ് MLA FB പോസ്റ്റിൽ പങ്കുവച്ചിരിക്കുന്നത്. ഹൃദയം തൊടുന്ന ഈ വൈകാരിക സന്ദേശം ഭരണപക്ഷ MLA മാർ പോലും ഏറ്റെടുത്തിരിക്കുകയാണ്. AK അഷ്റഫ് MLAയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഈ പെരുന്നാളിന് കിട്ടിയ ഏറ്റവും മൂല്യമുള്ള സ്നേഹ സമ്മാനമാണിത്. എൻ്റെ പ്രിയപ്പെട്ട അനുജൻ അർജുൻ്റെ അമ്മ എഴുതിയത്. കത്തുകളിലെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരു കണ്ണീർ മഴക്കാലത്ത് സങ്കടക്കടലിലകപ്പെട്ട ഒരു കുടുംബം കച്ചിത്തുരുമ്പെങ്കിലും കൈകളിൽ തടഞ്ഞെങ്കിലെന്ന് പ്രാർത്ഥിക്കവേ ഒരുപാട് കൊതുമ്പ് വള്ളങ്ങൾ പരമകാരുണികനായ ദൈവം അയച്ചു തന്നു. അതിലേറ്റവും ചേർന്നു നിന്ന വള്ളങ്ങളിലൊന്ന് താങ്കളുടേതായിരുന്നു. അന്നു മുതൽ എന്നും താങ്കളും ഞങ്ങളോടൊപ്പം ചേർന്നു നിന്നു. കുറച്ച് വാക്കുകളിൽ തീരുന്നതല്ല കടപ്പാടുകൾ. എന്നും നന്മകൾ നേർന്നുകൊണ്ട് അമ്മ. അർജുൻ്റെ അമ്മയുടെ ഈ കത്തുമായി AK അഷ്റഫ് പങ്കുവച്ച ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ ഭരണപക്ഷ MLA ആയ KT ജലീൽ അഭിനന്ദിച്ചു. അഷ്റഫിൻ്റെ ആത്മാർത്ഥമായ ഇടപെടലിന് ഒരമ്മയുടെ ഹൃദയരക്തത്തിൽ ചാലിച്ച വരികൾ ചില്ലിട്ട് സൂക്ഷിക്കുവാൻ മറക്കരുതെന്നും ലോകത്തിലെ ഏറ്റവും നല്ല രചന സത്യസന്ധമായ എഴുത്താണെന്നുമാണ് KT ജലീലിൻ്റെ വാക്കുകൾ. AK അഷ്റഫ് അർജുൻ്റെ അമ്മ ഷീലയ്ക്ക് കുറിച്ച മറുപടിയും ഹൃദയസ്പർശിയായിരുന്നു. ആ കണ്ണീർ മഴക്കാലത്തിൻ്റെ ഓർമ്മകളിൽ അമ്മ എന്നെയും ചേർത്ത് വെച്ചിട്ടുണ്ട്. എനിക്കും ആ കാലം മറക്കാനാവില്ല. പ്രിയപ്പെട്ട അമ്മേ, നിങ്ങൾ എഴുതിയ ഓരോ വാക്കിലെയും നോവ് എനിക്ക് വായിച്ചെടുക്കുവാനാകും. തോരാമഴ പെയ്ത കണ്ണീർ മഴ കൊണ്ട് കണ്ണുമൂടിയ അന്നത്തെ ഓരോ ദിവസവും എൻ്റെ മനസ്സിലുണ്ട്. AK അഷ്റഫിൻ്റെ വൈകാരിക വരികൾ ഇങ്ങനെയാണ് അവസാനിക്കുന്നത്: ആ ഓർമ്മകൾക്ക് മരണമില്ല. എന്നെക്കുറിച്ചെഴുതിയ ഈ വാക്കുകൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജനാധിപത്യത്തെ തകർക്കലാണ് കേന്ദ്രത്തിലെ നരേന്ദ്രമോദി നയിക്കുന്ന സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയും മുൻമന്ത്രിയുമായ E ചന്ദ്രശേഖരൻ MLA. ജോയിന്റ് കൗൺസിൽ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി നടക്കാവ് ശ്രീലയം ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജോയിന്റ് കൗൺസിൽ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കാവ് ശ്രീലയം ഓഡിറ്റോറിയത്തിൽ പ്രതിനിധി സമ്മേളനം നടന്നു. CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയും മുൻമന്ത്രിയുമായ E ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യത്തെ തകർക്കലാണ് കേന്ദ്രത്തിലെ നരേന്ദ്രമോദി നയിക്കുന്ന സർക്കാരിൻ്റെ ലക്ഷ്യമെന്നും ജനവിരുദ്ധ നടപടികൾക്കൊപ്പം കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കൂടുതൽ വലതുപക്ഷത്തേക്ക് പോകുന്ന കാഴ്ചയാണുള്ളതെന്നും E ചന്ദ്രശേഖരൻ പറഞ്ഞു. 10 വർഷം കഴിഞ്ഞു, 11ാമത് വർഷത്തിലെത്തി. അന്ന് വന്ന ഗവൺമെൻറ്റിൻ്റെ, അന്ന് വന്ന നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനമല്ല, ചെയ്തികളല്ല 2022 നടന്നത്. ക്രമമായി അത് വലതുപക്ഷ വ്യതിയാനം, കൂടുതൽ വലതുപക്ഷത്തേക്ക്, കൂടുതൽ പുരോഗമന ശക്തികൾക്കെതിരായ നടപടിയിലേക്ക്, കൂടുതൽ ജനവിരുദ്ധമായ നടപടികളിലേക്ക്, കൂടുതൽ ജനാധിപത്യ വിരുദ്ധമായ നടപടികളിലേക്ക് അത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോന്നും ജനാധിപത്യപരമായ അവകാശങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭാഗമായി സമൂഹത്തിൽ ഉണ്ടാകേണ്ട എല്ലാ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളെയും ഇഞ്ചിഞ്ചായി കുറേശ്ശെയായി അത് കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ജോയിന്റ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് E മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി CP ബാബു, സംഘാടക സമിതി ചെയർമാൻ M ഗംഗാധരൻ, ജോയിന്റ് കൗൺസിൽ സംസ്ഥാന അധ്യക്ഷൻ KP ഗോപകുമാർ, വൈസ് ചെയർമാൻ നരേഷ് കുന്നിയൂർ, MS സുഖൈതകുമാരി, യമുന രാഘവൻ, CK ബിജുരാജ്, P രാജൻ, AK ദിനേശ് കുമാർ, A ആമിന, സുനിൽകുമാർ കുണിയേരി, T റിജേഷ്, MV രാധാകൃഷ്ണൻ, PP പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ അവകാശ നിഷേധത്തിനെതിരെ കാസർഗോഡ് സബ് ട്രഷറിക്ക് മുന്നിൽ ധർണ നടത്തി. KPCC സെക്രട്ടറി K നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു.
KSSPA കാസർഗോഡ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവകാശ നിഷേധത്തിനെതിരെ കാസർഗോഡ് സബ് ട്രഷറി ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ധർണയിൽ നിരവധി പേർ പങ്കെടുത്തു. KPCC സെക്രട്ടറി നീലകണ്ഠൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാരുകൾ പെൻഷൻകാരോട് കാണിക്കുന്ന വഞ്ചന അവസാനിപ്പിക്കണമെന്ന് K. നീലകണ്ഠൻ ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാരിന്റെ ധൂർത്താണ് ഇന്ന് ഈ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് കാരണം എന്ന് പറയാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ല. നമ്മുടെ മെഡിക്കൽ മേഖലയിലുള്ള ആ പരാതികൾ പരിഹരിക്കണമെന്നും നമുക്ക് ലഭിക്കേണ്ട ക്ഷാമാശ്വാസം കൃത്യസമയത്ത് വിതരണം ചെയ്യണം എന്നുള്ള നിങ്ങളുടെ ആവശ്യം നമ്മൾ അംഗീകരിക്കും. നമുക്കറിയാമല്ലോ, നമുക്ക് നമ്മുടെ നാടിനകത്ത് 65 ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. 1600 രൂപ ക്ഷേമ പെൻഷൻ നൽകുന്നത്. പക്ഷെ 1600 രൂപ പോലും കൃത്യമായി നൽകാതെ ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്ന അത്രയും 65 ലക്ഷം ആളുകൾക്കാണ്. അപ്പൊ അവരുടെ കുടുംബത്തിന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ എല്ലാവരുടെയും കുടുംബ ബഡ്ജറ്റ് ഈ ഗവൺമെന്റിനെ കൊണ്ട് ഈ കുടുംബ ബഡ്ജറ്റ് ഇപ്പോൾ താളം തെറ്റി മുന്നോട്ട് പോകും. എല്ലാത്തിനും വിലക്കയറ്റമാണ്. അതുകൊണ്ട് നമ്മുടെ ന്യായമായ ആവശ്യങ്ങളും അവകാശങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടി ശക്തമായ പോരാട്ടം, ആ പോരാട്ടത്തിൽ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ടാകും. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം ഉണ്ടാകും. നിയോജക മണ്ഡലം പ്രസിഡന്റ് MKC നായർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം PP ബാലചന്ദ്രൻ കുരിക്കൽ മുഖ്യ പ്രഭാഷണം നടത്തി. KP ബാലരാമൻ നായർ, പുരുഷോത്തമൻ കാടകം, VV ജയലക്ഷ്മി, TK ശ്രീധരൻ, ശോഭന ശ്രീധരൻ, രമണി K, P നാരായണൻ മാസ്റ്റർ, K ബാലകൃഷ്ണൻ, K രവീന്ദ്രൻ, മുരളീധരൻ KN, ഉഷ S, സുജാത KV, സുശീല KC, ബേബി സുലേഖ AR, മോളി അഗസ്റ്റിൻ, സുരേഷൻ K, കൃഷ്ണൻ K, ഭാട്യ S, PA പള്ളിക്കുഞ്ഞി, ബാബു C, H അശോകൻ, V അബ്ദുൽ ഖാദർ P, CH വിജയൻ, സെബാസ്റ്റ്യൻ EJ എന്നിവർ സംസാരിച്ചു. സീതാരാമ മല്ല സ്വാഗതവും പുരുഷോത്തമൻ അടുക്കം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രം അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവ മൂടപ്പ സേവാ ഉത്സവം നാടിനെ ഭക്തിസാന്ദ്രമാക്കുന്നു. ഉത്സവത്തിൻ്റെ 7ാം ദിവസവും 10,000ങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. ബ്രഹ്മ കുംഭാഭിഷേകം ഉൾപ്പെടെയുള്ള വിവിധ വൈദിക ചടങ്ങുകളും കർണാടക ശാസ്ത്രീയ സംഗീതവും സാംസ്കാരിക പരിപാടികളും നടന്നു. തുളുനാടിന് ഭക്തിയുടെ ഉത്സവ ദിനങ്ങൾ പകർന്നു നൽകുകയാണ് മധൂർ ബ്രഹ്മകലശോത്സവം. കേരളത്തിൽ നിന്ന് മറ്റു ജില്ലകളിൽ നിന്നായും കർണാടകയിൽ നിന്നുമൊക്കെയായി 10,000ങ്ങളാണ് ഉത്സവത്തിൽ പങ്കെടുക്കുവാനായി ഓരോ ദിവസവും എത്തുന്നത്. ഉത്സവത്തിൻ്റെ 7ാം ദിനമായ ബുധനാഴ്ച വിവിധ വൈദിക ചടങ്ങുകളും ക്ഷേത്ര പരിസരത്തൊരുക്കിയ വേദികളിലായി വിവിധ സാംസ്കാരിക ധാർമ്മിക പരിപാടികളും നടന്നു. രാവിലെ ബ്രഹ്മകലശോത്സവ അഭിഷേകം പ്രാരംഭം. രാവിലെ 9:55 കൃത്യമായി വരുന്ന വൃഷഭ ലഗ്ന ശുഭമുഹൂർത്തത്തിൽ ബ്രഹ്മ കുംഭാഭിഷേകം, ശ്രീ മഹാഗണപതി ദേവന് ബ്രഹ്മ കുംഭാഭിഷേകം, അവസൃത ബലി, മഹാമൂടപ്പ സേവയുടെ പ്രാർത്ഥന, ധ്വജാരോഹണം, 128 നാളികേര അഷ്ടദ്രവ്യ മഹാഗണപതി യാഗം, മഹാപൂജ എന്നീ ചടങ്ങുകൾ ഭക്തിയുടെ നിറവിൽ നടന്നു. പ്രധാന വേദിയിൽ രമ്യശ്രീ A. കുമാരമംഗല, ആദർശ് അംബേക്കാന അവതരിപ്പിച്ച കർണാടക ശാസ്ത്രീയ സംഗീതം ഭക്ത മനസ്സുകളെ സംഗീത സാന്ദ്രമാക്കി. ധാർമ്മിക സഭയിലും സാംസ്കാരിക പരിപാടികളിലും നിരവധി പ്രമുഖർ പങ്കെടുത്തു. ശ്രീ മഹാഗണപതി ദേവന് മഹാമൂടപ്പ സമർപ്പണം, ശയ്യാകൽപ്പന, കവാടബന്ധനം ചടങ്ങുകൾ ശനിയാഴ്ച രാത്രി 11 മണിക്ക് നടക്കും. കവാടോദ്ഘാടനം ഉണ്ണിയപ്പ പർവ്വതത്തിൻ്റെ മധ്യത്തിൽ നിന്നും വൊഡ്ഡജെ ശ്രീ മധുർ സിദ്ധിവിനായക ദേവന്റെ ദിവ്യ ദർശനം ചടങ്ങ് ഞായറാഴ്ച രാവിലെ നടക്കും. തിങ്കളാഴ്ച ഉത്സവം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
നികുതി പിരിവിൽ 100% കൈവരിച്ച് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത്. 20 വർഷത്തിന് ശേഷമാണ് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് ഈ അഭിമാന നേട്ടം കരസ്ഥമാക്കുന്നത്. പഞ്ചായത്തിലെ ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് നടത്തിയ പരിശ്രമത്തിന്റെ ഫലമായാണ് ഈ നേട്ടം കൈവരിക്കുവാൻ സാധിച്ചതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീന മൊന്തേരോ പറഞ്ഞു. നികുതി പിരിവിൽ 100% കൈവരിച്ചത് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിന് അഭിമാന നേട്ടമായി. 20 വർഷത്തിന് ശേഷമാണ് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് ഈ അഭിമാന നേട്ടം കരസ്ഥമാക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീന മൊന്തേരോ ഈ നേട്ടത്തിന്റെ പ്രഖ്യാപനം നടത്തി. പഞ്ചായത്തിലെ ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് നടത്തിയ പരിശ്രമത്തിന്റെ ഫലമായാണ് ഈ നേട്ടം കൈവരിക്കുവാൻ സാധിച്ചതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. വലിയൊരു നേട്ടമാണിതെന്നും ഈ ലക്ഷ്യം കൈവരിക്കുവാൻ സാധിച്ചതിൽ അഭിമാനമുണ്ടെന്നും ജീൻ ലവീന മൊന്തേരോ പറഞ്ഞു. 2024-25 ಟ್ಯಾಕ್ಸ್ ಕಲೆಕ್ಷನ್ ಅನ್ನು ನಾವು ಇಡೀ ಕೇರಳದಲ್ಲಿ 25ನೇ ಸ್ಥಾನ ಹಾಗೂ ನಮ್ಮ ಕಾಸರಗೋಡು ಜಿಲ್ಲೆಯಲ್ಲಿ 2ನೇ ಸ್ಥಾನದಲ್ಲಿ ನಾವು ಟ್ಯಾಕ್ಸ್ ಕಲೆಕ್ಷನ್ ಅನ್ನು 100% ನಾವು ಸಾಧಿಸಿದ್ದೇವೆ. ಇದು ನಮ್ಮೆಲ್ಲರ ಹೆಮ್ಮೆಯ ಸಂಕೇತ ಅಂತ ಹೇಳ್ಬೋದು. ಇದು ಮಂಜೇಶ್ವರದ ಚರಿತ್ರೆಯಲ್ಲಿ ಪ್ರಪ್ರಥಮ ಬಾರಿಗೆ 100% ಟ್ಯಾಕ್ಸ್ ಕಲೆಕ್ಷನ್ ಮಾಡಿದಂಥದ್ದು. ಇದಕ್ಕೆ ಸಹಕಾರವನ್ನು ನಮ್ಮ ಎಲ್ಲ ಸ್ಟಾಫುಗಳು, ಎಲ್ಲ ಮೆಂಬರ್ಸ್ನವರು ಹಾಗೆಲ್ಲರೂ ಜನರು ಸಹಕಾರ ನೀಡಿದ್ದಾರೆ. ಇದಕ್ಕಾಗಿ ಎಲ್ಲರಿಗೂ ನಾನು ಅಭಿನಂದಿಸುತ್ತಾ ಎಲ್ಲರಿಗೂ ನಾನು ಶುಭಾಶಯ ಕೋರ್ತಾ. ചടങ്ങിൽ നികുതി പിരിച്ചെടുക്കലിനായി പരിശ്രമിച്ച എല്ലാ സ്റ്റാഫുകളെയും പഞ്ചായത്ത് സെക്രട്ടറി ജയഹരി അഭിനന്ദിച്ചു. ദീർഘകാലം നടത്തിയ കഠിനമായ പ്രവർത്തനമാണ് ഈ നേട്ടത്തിലെത്തിച്ചതെന്നും നികുതി പിരിവുമായി എല്ലാവരും സഹകരിച്ചതിലൂടെ ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തിന് ഏറ്റവും മികച്ച പാതയാണ് തെളിയിച്ചതെന്നും പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു. കഴിഞ്ഞ വർഷം 77% മാത്രമാണ് നമ്മൾ നികുതി പിരിച്ചത്. ബാക്കിയുള്ളത് നമുക്ക് പിരിക്കാനായിട്ട് കുടിശ്ശികയായിട്ട് 27 ലക്ഷത്തിലധികം ഉണ്ടായിരുന്നു. നമ്മുടെ ഭരണസമിതിയുടെ പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാ ഭരണസമിതി അംഗങ്ങളുടെയും മെമ്പർമാർ, നമ്മുടെ എല്ലാ ജീവനക്കാർ, CDS, നമ്മളുടെ ബാക്കി പൊതുപ്രവർത്തകർ, പല വാർഡുകളിൽ നിന്നും നമ്മളെ പൊതുജനങ്ങളെ സഹായിച്ചായിരുന്നു. എല്ലാവരും ചേർന്ന് നമുക്ക് ഒരിക്കലും നേടിയെടുക്കാൻ പറ്റില്ല എന്നുള്ള തരത്തിലുണ്ടായിരുന്ന നികുതി പിരിവ് നമ്മൾ 100% കൃത്യസമയത്ത് തന്നെ മാർച്ച് 29-ാം തീയതി തന്നെ നമ്മൾ പൂർത്തിയാക്കി. 30-ാം തീയതിക്കുള്ളിൽ നമ്മൾ RR നടപടികൾ പൂർത്തിയാക്കി. അഭിനന്ദന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സിദ്ദിഖ്, പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. അബ്ദുല്ലഹിമാനുത്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ചെറുവത്തൂർ ഉപജില്ലാതല യാത്രയപ്പ് സമ്മേളനം നടത്തി. മിഥിലാജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം കാസർഗോഡ് ഡയറ്റ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ എം ബാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പതിറ്റാണ്ടുകളോളം അധ്യാപന മേഖലയിൽ സേവനം ചെയ്ത് സർവീസിൽ നിന്നും വിരമിക്കുന്ന ഉപജില്ലയിലെ 16 അധ്യാപകർക്ക് KPSTA ചെറുവത്തൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി. മിഥിലജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം കാസർഗോഡ് ഡയറ്റ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ എം ബാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അധ്യാപകന് അനുഭവങ്ങളോ ആത്മകഥയോ സ്വന്തമായിട്ടില്ല. അധ്യാപകന്റെ ആത്മകഥ എന്ന് പറയുന്നത് കുട്ടികളുടെ അനുഭവങ്ങളുടെ കൂടി തുകയാണ്. കുട്ടികളുടെ അനുഭവങ്ങളില്ലെങ്കിൽ അധ്യാപകൻ്റെ ആത്മകഥ അപൂർണമാണ്. സുകുമാരടിക്കൂടൻ്റെ ആത്മകഥയുണ്ട്. അത് കുട്ടികളുടെ കൂടി അനുഭവങ്ങൾ ചേർന്നത് ആത്മകഥയാണ്. അദ്ദേഹത്തെ പഠിപ്പിച്ച അധ്യാപകരുടെ ജീവിതം കൂടി ചേർത്ത് വെച്ച ആത്മകഥയാണ്. ചടങ്ങിൽ ഉപജില്ലാ പ്രസിഡന്റ് MP ജയകുമാർ അധ്യക്ഷത വഹിച്ചു. KPSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് GK ഗിരീഷ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന നിർവാഹക സമിതി അംഗം P ശശിധരൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് T മധുസൂദനൻ, കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് KK സജിത്, ഉപജില്ലാ സെക്രട്ടറി CP പ്രീതി, ട്രഷറർ A രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർ മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് അധ്യാപകരുടെ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഏപ്രിൽ 21 മുതൽ 27 വരെ സംഘടിപ്പിക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പിലിക്കോട് കാലിക്കടവ് മൈതാനത്ത് നടക്കും. പരിപാടിയുടെ പ്രാദേശിക സംഘാടക സമിതി യോഗം ചേർന്നു. സംഘാടക സമിതി യോഗം M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇത്തരം വലിയ വലിയ പരിപാടികളെല്ലാം ഏറ്റെടുത്ത് വളരെ അനുഭവ സമ്പത്തുള്ള, എക്സ്പീരിയൻസ് ഉള്ള, സംഘാടന മികവെല്ലാം തെളിയിക്കാൻ കഴിയുന്ന വിവിധ കലാ, സാംസ്കാരിക, രാഷ്ട്രീയ, പൊതുരംഗത്തെല്ലാം പ്രവർത്തിക്കുന്ന ആളുകൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ ജില്ലയുടെ തെക്കൻ മേഖല. അതുകൊണ്ടുകൂടിയാണ് ഈയൊരു പ്രദർശന വിപണന മേളയുമായി ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങളെല്ലാം സർക്കാരിൻ്റെ 4 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളുടെ മികവ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സഹായകമായ
അത്യാകർഷകവും നൂതനമായിട്ടുള്ള രീതിയിലുള്ള പ്രദർശനം ഇവിടെ സംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. പ്രദർശന വിപണനമേളയുടെ ഭാഗമായി ഏപ്രിൽ 21 രാവിലെ 10 മണിക്ക് കാഞ്ഞങ്ങാട് ബേക്കൽ ക്ലബ്ബിൽ മുഖ്യമന്ത്രി, വിവിധ സർക്കാർ സേവനങ്ങളുടെ ഗുണഭോക്താക്കൾ, വിദ്യാർത്ഥികൾ, കലാസാംസ്കാരിക രംഗത്തുള്ളവർ തുടങ്ങിയവരുമായി സംവദിക്കും. ജില്ലാതല സംഘാടക സമിതിയുടെ ജനറൽ കൺവീനർ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ ലക്ഷ്മി, കയ്യൂർ ചീമേനി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത് കുമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, വിവിധ വകുപ്പുകളുടെ ജില്ലാതല മേധാവികൾ, ഉദ്യോഗസ്ഥന്മാർ, സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവർ, പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. യോഗത്തിൽ ജില്ലാതല സംഘാടക സമിതി കൺവീനർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ സ്വാഗതവും പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പ്രസന്നകുമാരി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മന്ത്രിസഭയുടെ 4ാം വാർഷികാഘോഷം ജില്ലാതല സംഘാടക സമിതിയായി. വനമന്ത്രി എ കെ ശശീന്ദ്രൻ ചെയർമാനും ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ജനറൽ കൺവീനറുമാണ്. ജില്ലാതല സംഘാടക സമിതി യോഗം കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിലാണ് ചേർന്നത്. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എ കെ ശശീന്ദ്രൻ പരിപാടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. മന്ത്രിസഭയുടെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള എൻ്റെ കേരളം പ്രദർശന വിപണനമേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഏപ്രിൽ 21 രാവിലെ 10 മണിക്ക് പിലിക്കോട് കാലിക്കടവ് മൈതാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജില്ലാതല യോഗം പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിൽ നടക്കും. വാർഷികാഘോഷത്തിന്റെ ജില്ലാതല സംഘാടക സമിതി യോഗം കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ ചേർന്നു. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എ കെ ശശീന്ദ്രൻ പരിപാടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. സർക്കാരിൻ്റെ കഴിഞ്ഞ 9 വർഷത്തെ വികസന ക്ഷേമ നേട്ടങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനാണ് ഈ ആഘോഷ പരിപാടിയെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ വാർഷികാഘോഷത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് പിലിക്കോട് കാലിക്കടവ് മൈതാനത്ത് നടക്കുന്നത്. പരിപാടികൾ മാതൃകാപരമായി സംഘടിപ്പിക്കുവാൻ ജീവനക്കാരും ജനപ്രതിനിധികളും സഹകരിക്കണമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച CH കുഞ്ഞമ്പു MLA പറഞ്ഞു. ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ, ADMP അഖിൽ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ, വിവിധ വകുപ്പുകളുടെ ജില്ലാതല ഉദ്യോഗസ്ഥർ, DYSPമാർ തുടങ്ങിയവർ പങ്കെടുത്തു. യോഗത്തിൽ ജില്ലയുടെ ചുമതലയുള്ള വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനെ ചെയർമാനായും M രാജഗോപാലൻ MLA വർക്കിംഗ് ചെയർമാനായും ജില്ലാ കളക്ടർ കെ ഇമ്പശേഖറിനെ ജനറൽ കൺവീനറായും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ M മധുസൂദനനെ കൺവീനറുമായുള്ള കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. രതീഷ് സൗഹൃദ കൂട്ടായ്മ 4ാമത് കുടുംബ സംഗമം നടന്നു. ഹൊസ്ദുർഗ് ബാങ്ക് ഹാളിൽ നടന്ന സംഗമം യുവ സിനിമാ താരവും കേരള ഉജ്ജ്വല ബാല്യ പുരസ്കാര ജേതാവുമായ ആവണി രാഗേഷ് ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനായി കാഞ്ഞങ്ങാട് കേന്ദ്രീകരിച്ച് സാംസ്കാരിക നിലയം നിർമ്മിക്കണമെന്നും പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന് സർക്കാർ ഗ്രാന്റ് അനുവദിക്കണമെന്നും സംഗമം ആവശ്യപ്പെട്ടു. 4 വർഷങ്ങൾക്ക് മുൻപ് രതീഷ് എന്ന ഒരേ പേരിൽ അറിയപ്പെടുന്ന ആളുകളുടെ കൂട്ടായ്മയിൽ രൂപീകരിച്ച് സാമൂഹിക സന്നദ്ധ ജീവകാരുണ്യ കലാകായിക കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന RSK എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന രതീഷ് സൗഹൃദ കൂട്ടായ്മയുടെ 4ാമത് കുടുംബസംഗമം ഹൊസ്ദുർഗ് ബാങ്ക് ഹാളിൽ നടന്നു. കൂട്ടായ്മയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനായി കാഞ്ഞങ്ങാട് കേന്ദ്രീകരിച്ച് സാംസ്കാരിക നിലയം നിർമ്മിക്കണമെന്നും പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന് സർക്കാർ ഗ്രാന്റ് അനുവദിക്കണമെന്നും സംഗമം ആവശ്യപ്പെട്ടു. യുവ സിനിമാ താരവും കേരള ഉജ്ജ്വല ബാല്യ പുരസ്കാര ജേതാവുമായ ആവണി രാഗേഷ് സംഗമം ഉദ്ഘാടനം ചെയ്തു. സംഗീത നാടക അക്കാദമി അംഗം രാജ്മോഹൻ നീലേശ്വരം മുഖ്യാതിഥിയായിരുന്നു. ഈ രത്ത് എന്ന് പറയുന്ന ശബ്ദം, അതിന് സ്നേഹം എന്നുള്ളൊരു അർത്ഥമുണ്ട്. സ്നേഹം മാത്രമല്ല, കുറച്ചുകൂടി കടത്തി പറഞ്ഞാൽ പ്രണയം എന്നുള്ളൊരു അർത്ഥം. അതുപോലെ നമ്മുടെ ഈശ് എന്ന ശബ്ദത്തിന് ഈശ്വരൻ എന്നാണ് അർത്ഥം, ദൈവം എന്നാണ് അർത്ഥം. ഇത് രണ്ടും കൂട്ടി യോജിപ്പിച്ചു കഴിഞ്ഞാൽ പ്രണയം ദൈവമായവൻ എന്നുള്ളൊരർത്ഥമുണ്ട്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സ്നേഹത്തിന്റെ ദൈവം എന്നർത്ഥമുണ്ട്. കുടുംബാംഗങ്ങളാണ് പറയേണ്ടി നിതീഷന്മാരെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, പ്രണയിക്കുന്നുണ്ട് എന്ന് അവർ പറയണം. നിനക്കറിയില്ല. നിങ്ങളുടെ കണ്ട മുഖങ്ങൾ വെച്ച്, നിങ്ങളുടെ സംസാരങ്ങൾ വെച്ചിട്ട് നിങ്ങളെല്ലാം സ്നേഹിക്കാൻ കഴിയുന്നവരാണ് എന്ന് ബോധ്യമുണ്ട്. കൂട്ടായ്മ പ്രസിഡന്റ് രതീഷ് ആവണി അധ്യക്ഷത വഹിച്ചു.
പ്രവാസി കൂട്ടായ്മ പ്രസിഡന്റ് രതീഷ് ഐക്കോടൻ, പ്രവാസി കൂട്ടായ്മ വൈസ് പ്രസിഡന്റ് രതീഷ് തലൈക്കുന്ന്, സെക്രട്ടറി രതീഷ് മൂകാംബിക, രതീഷ് ആലിംഗീലിൽ, വനിതാ കൂട്ടായ്മ വൈസ് പ്രസിഡന്റ് ബിന്ദു രതീഷ് എന്നിവർ സംസാരിച്ചു. കൂട്ടായ്മ സെക്രട്ടറി രതീഷ് മേനിക്കോട്ട് സ്വാഗതവും ട്രഷറർ രതീഷ് വിബ്ജിയോർ നന്ദിയും പറഞ്ഞു. കൂട്ടായ്മയുടെ പുതിയ ഭാരവാഹികളായി രതീഷ് കാലിക്കടവിനെ പ്രസിഡന്റായും, രതീഷ് പരവനടുക്കത്തെ സെക്രട്ടറിയായും, രതീഷ് വാഴക്കോടിനെ ട്രഷററായും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദുബായ് മലബാർ കലാ സാംസ്കാരിക വേദി ഡോക്ടർ കുംബോൽ സയ്യിദ് ഹാമിദ് ശുഹൈബ് തങ്ങളെ അനുമോദിച്ചു. കുമ്പള അഡീഷണൽ സബ് ഇൻസ്പെക്ടർ KV വിജയനുള്ള യാത്രയപ്പ് സംഗമവും ഇതോടൊപ്പം സംഘടിപ്പിച്ചു. AK അഷ്റഫ് MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ദുബായ് മലബാർ കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ KGMOയുടെ മികച്ച ഡോക്ടർമാർക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ച ഡോക്ടർ കുംബോൽ സയ്യിദ് ഹാമിദ് ശുഹൈബ് തങ്ങൾക്കുള്ള അനുമോദനവും 32 വർഷത്തെ പോലീസ് സർവീസ് സേവന രംഗത്ത് നിന്നും പടിയിറങ്ങുന്ന കുമ്പള അഡീഷണൽ സബ് ഇൻസ്പെക്ടർ KV വിജയനുള്ള യാത്രയപ്പ് സംഗമവും സംഘടിപ്പിച്ചു. ഖുർആൻ മനഃപ്പാടമാക്കിയ മൊക്രാലിലെ മുഹമ്മദ് അഷ്ഹദിന് ഉപഹാരവും നൽകി. AK അഷ്റഫ് MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. AK ആരിഫ് അധ്യക്ഷത വഹിച്ചു. അഷ്റഫ് കർല സ്വാഗതം പറഞ്ഞു. റിട്ടയർഡ് അഡീഷണൽ SP TP രഞ്ജിത്ത്, കുമ്പള സർക്കിൾ ഇൻസ്പെക്ടർ KP വിനോദ് കുമാർ, യൂസഫ് സുബയ്യക്കട്ട എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. KM അബ്ബാസ് ആരിക്കാടി മുഖ്യ പ്രഭാഷണം നടത്തി. താഹിറ യൂസഫ്, ശ്രീജേഷ്, അസീസ് മരിക്കെ, ഇബ്രാഹിം ബേരിക്കെ, ഫാത്തിമ ഷെയ്ഖ, ഇബ്രാഹിം ബത്തേരി, CH ഖാദർ, മുഹമ്മദ് കുഞ്ഞി കുമ്പോൽ, നൂർ ജമാൽ, അബ്ദുല്ല കാരവൽ, സത്താർ ആരിക്കാടി, KV യൂസഫ്, നിസാം ചോനമ്പാടി, ജംഷീർ മൊക്രാൽ തുടങ്ങിയവർ സംസാരിച്ചു. യൂസഫ് ഉളുവാർ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കരിപ്പോടി തിരൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ സമർപ്പണ ചടങ്ങ് നടന്നു. ബ്രഹ്മശ്രീ അരവത്ത് KU പത്മനാഭ തന്ത്രി സമർപ്പണ ചടങ്ങ് നടത്തി. കരിപ്പോടി തിരൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ കണിയാമ്പാടി കുടുംബ കൂട്ടായ്മയുടെ വകയായി അവരുടെ നേതൃത്വത്തിൽ പണികഴിപ്പിച്ച മേൽപ്പന്തൽ നിർമ്മാണത്തിന്റെയും KTK UAE കൂട്ടായ്മയുടെ വകയായി പണി കഴിപ്പിച്ച തിരുമുറ്റം കരിങ്കൽ പാകൽ പ്രവൃത്തിയും അമ്പങ്ങാട് പ്രാദേശിക സമിതിയുടെ വകയായി പണി കഴിപ്പിച്ച മണിക്കിണറിന്റെ പുനർനിർമ്മാണവും പൊയ്നാച്ചി പ്രാദേശിക തലത്തിലെ പവിത്രൻ നമ്പിടിപ്പള്ളം എന്നിവരുടെ വകയായി കരിങ്കല്ലിൽ പണിതീർത്ത തൃക്കണ്ണാടപ്പന്റെ സാന്നിധ്യ മണ്ഡപവും ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്ന സമർപ്പണ ചടങ്ങ് ഭക്തിയുടെ നിറവിൽ നടന്നു. രാവിലെ നടന്ന ഗണപതി ഹോമം, വിവിധ പൂജകൾ എന്നീ ചടങ്ങുകൾക്ക് ശേഷം വിവിധ മുച്ചിലോട്ട് ക്ഷേത്രങ്ങളിലെ ആചാരസ്ഥാനികരുടെയും ഭരണസമിതി അംഗങ്ങളുടെയും മറ്റ് ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിൽ ബ്രഹ്മശ്രീ അരവത്ത് KU ദാമോദര തന്ത്രികൾ സമർപ്പണ ചടങ്ങ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിവിധ സമർപ്പണ ചടങ്ങുകൾ നടന്നു. തുടർന്ന് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ പ്രാർത്ഥനയോടെ ആരംഭിച്ച സമർപ്പണ ചടങ്ങിനോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ ബ്രഹ്മശ്രീ അരവത്ത് KU പത്മനാഭ തന്ത്രികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് അംബു ഞെക്ലി അധ്യക്ഷത വഹിച്ചു. പ്രമുഖ സിനിമാ സീരിയൽ നടനും മറിമായം ഫെയിമുമായ ഉണ്ണിരാജ് ചെറുവത്തൂർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കരിപ്പോടി തിരൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ നാരായണൻ അന്തിത്തിരിയൻ, ക്ഷേത്ര ഭരണസമിതി ട്രഷറർ തമ്പാൻ ചേടിക്കുന്ന്, ക്ഷേത്ര ഭരണസമിതി വൈസ് പ്രസിഡന്റുമാരായ കുഞ്ഞികൃഷ്ണൻ മുച്ചിലോട്ട്, രവി കളനാട്, ജോയിന്റ് സെക്രട്ടറി ബാലചന്ദ്രൻ കണിയമ്പാടി കുടുംബ കൂട്ടായ്മ ചെയർമാൻ ബാലകൃഷ്ണൻ നാലാം വാതുക്കൽ, വർക്കിംഗ് ചെയർമാൻ നാരായണൻ കരിയമ്പാടി, അമ്പനാട് പ്രാദേശിക സമിതി പ്രസിഡന്റ് അമ്പൂഞ്ഞി അമ്പങ്ങാട്, KTK UAE പ്രതിനിധികൾ പവിത്രൻ നമ്പിടിപ്പള്ളം, K ശാന്തകുമാരി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരെ ആദരിക്കുന്ന ചടങ്ങും നടന്നു. ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി VV കൃഷ്ണൻ മാസ്റ്റർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ബാലകൃഷ്ണൻ മേൽബാര നന്ദിയും പറഞ്ഞു. തുടർന്ന് ക്ഷേത്രത്തിൽ മഹാപൂജയും പ്രസാദ വിതരണവും അന്നദാനവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വേലാശ്വരം ഗവൺമെന്റ് UP സ്കൂൾ വാർഷികാഘോഷവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന K ശശികുമാർ മാസ്റ്റർക്കുള്ള ഉപഹാര സമർപ്പണവും നടന്നു. 72 വർഷങ്ങൾ പിന്നിട്ട വേലാശ്വരം ഗവൺമെന്റ് UP സ്കൂൾ വാർഷികാഘോഷവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന KV ശശികുമാർ മാസ്റ്റർക്ക് PTA വകയായുള്ള ഉപഹാര സമർപ്പണവും നടന്നു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ശോഭ പരിപാടി ഉദ്ഘാടനം ചെയ്തു. KV ശശികുമാർ മാസ്റ്റർക്ക് പൊന്നാട അണിയിക്കുകയും ഉപഹാര സമർപ്പണം നടത്തുകയും ചെയ്തു. പ്രമുഖ പ്രഭാഷകൻ VK സുരേഷ് ബാബു കൂത്തുപറമ്പ് പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി. PTA പ്രസിഡന്റ് P വിനോദ് അധ്യക്ഷനായി.
പരിപാടിയിൽ വെച്ച് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ആദരിക്കുകയും ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് KV സുനിൽകുമാർ, SMC ചെയർമാൻ A പ്രകാശൻ, K ജയശ്രീ, മുൻ PTA പ്രസിഡന്റുമാരായ P കൃഷ്ണൻ, KV സുകുമാരൻ, CV കൃഷ്ണൻ എന്നിവരും, V ആകാശ്, KP രാജൻ, നിതീഷ് കുമാർ, M കൃഷ്ണകുമാർ, മണിക്കുട്ടി ബാബു, KK പ്രസാദ്, P അജേഷ്, T മനുഷ്, H രവി, K ഉമാദേവി, ശിവദ കൂക്കൾ എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപകൻ T വിഷ്ണു നമ്പൂതിരി സ്വാഗതവും KV രാജൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA, SMC, MPTA നേതൃത്വത്തിൽ സ്കൂൾ കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം നൽകുന്നതിന്റെ ഉദ്ഘാടനം നടന്നു. രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA, SMC, MPTA നേതൃത്വത്തിൽ സ്കൂൾ കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം നൽകുന്നതിന്റെ ഉദ്ഘാടനം നടന്നു. സ്പോർട്സ് സബ് കമ്മിറ്റി ചെയർമാൻ ശശി ചിറക്കാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങ് അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K സബീഷ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MG പുഷ്പ, വാർഡ് മെമ്പർ P മിനി, PTA പ്രസിഡന്റ് P രാധാകൃഷ്ണൻ, SMC ചെയർമാൻ AV പവിത്രൻ, മദർ PTA പ്രസിഡന്റ് ധന്യ അരവിന്ദ്, മുൻ ഫുട്ബോൾ താരം തമ്പാൻ മക്കാക്കോട്ട്, ഹൈസ്കൂൾ അസിസ്റ്റന്റ് പ്രേമ ടീച്ചർ, ജനാർദ്ദനൻ മാസ്റ്റർ, ഫുട്ബോൾ കോച്ച് സന്തോഷ്, കണ്ണൂർ GV രാജ സ്പോർട്സ് സ്കൂൾ വിദ്യാർത്ഥിനിയും സംസ്ഥാന ഫുട്ബോൾ ജൂനിയർ പ്ലെയറുമായ ശിവന്യ മുക്കോട്, ശശി കാലിച്ചാമരം എന്നിവർ സംസാരിച്ചു. ആദ്യ ദിനം 96 കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു. ഫുട്ബോൾ സബ് കമ്മിറ്റി കൺവീനർ ബിജു രാമഗിരി സ്വാഗതം പറഞ്ഞു. സ്പോർട്സ് അധ്യാപിക ലീമ സെബാസ്റ്റ്യൻ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കവ്വായിക്കായലിലെ തൃക്കരിപ്പൂർ മെട്ടമ്മൽ ഭാഗത്ത് നിറയെ യാത്രക്കാരുമായി പോയ ഹൗസ് ബോട്ട് ചെരിഞ്ഞത് ആശങ്കയുയർത്തി. വെള്ളാപ്പിൽ നിന്നും പുറപ്പെട്ട ബോട്ടാണ് ചരിഞ്ഞത്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഓഫീസിലേക്ക് BJP പ്രതിഷേധ മാർച്ച്. വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കുന്ന കോൺഗ്രസിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. ഈദ് ദിനത്തിൽ വൈകാരിക കുറിപ്പ് പങ്കുവെച്ച് AKM അഷ്റഫ് MLA. ശിരൂരിൽ മരണപ്പെട്ട അർജുന്റെ മാതാവിന്റെ സന്ദേശമാണ് MLA FBയിൽ പങ്കുവെച്ചത്. ജോയിന്റ് കൗൺസിൽ കാസർഗോഡ് ജില്ലാ സമ്മേളനം. പ്രതിനിധി സമ്മേളനം E ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. അവകാശ നിഷേധത്തിനെതിരെ സബ് ട്രഷറിക്ക് മുന്നിൽ ധർണ നടത്തി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ. KPCC സെക്രട്ടറി K നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. മധൂർ ബ്രഹ്മകലശോത്സവം നാടിനെ ഭക്തിസാന്ദ്രമാക്കുന്നു. 7ാം ദിനം ബ്രഹ്മ കുംഭാഭിഷേകം ഉൾപ്പെടെയുള്ള വിവിധ വൈദിക ചടങ്ങുകളും കലാസാംസ്കാരിക പരിപാടികളും നടന്നു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.